ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ 5 AM ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹാവ് എ നൈസ് ഡേ. ആദ്യമേ ഞാനൊരു ദിവസം വിഷയൊക്കെ തരുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിനി ടോപ്പിക്ക് നോക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് PYQ സെറ്റാക്കാം. അപ്പോൾ ഇന്നൊരു 15 PYQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 15 PYQ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 15 എണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. 15 PYQയും അതും വിത്ത് കണക്റ്റഡ് ഫാക്ട്സും ആണ്. പിന്നെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വൺസ് അഗെയിൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേടാ? പഠിക്കാൻ ഓക്കെ ആയിട്ടിരിക്കുമല്ലേ? അല്ലേ? യെസ്, നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണെന്നാണ് ചോദ്യം. അപ്പോൾ സംക്ഷേപ വേദാർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ആരുടെ രചനയാണെന്ന് അറിഞ്ഞിരിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് അർണോസ് പാതിരി ആണെങ്കിലും ഹെർമൻ ഗുണ്ടർട്ടിനെ ആണെങ്കിലും ഫാദർ ക്ലെമന്റ് പിയാനസിനെ ആണെങ്കിലും റോബർട്ട് ഡ്രമണ്ടിനെ ആണെങ്കിലും എല്ലാവരെയും കുറിച്ച് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകും. സെറ്റ് അല്ലേടാ? അപ്പം എൻ്റെ ആൻസർ എന്താണെന്നൊന്ന് പറഞ്ഞേ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായിട്ടുള്ള സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? അതായത് മിഷനറി കാലഘട്ടം നമ്മൾ പത്രം പഠിക്കുന്ന സമയത്ത്, അതിന് മുന്നായിട്ട് ഗദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ മിഷനറി ഗദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലാണ് ഈ ഒരു പുസ്തകത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ അതാരാണ് എഴുതിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് എഴുതിയത്? ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം, അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പറഞ്ഞേ. സംക്ഷേപ വേദാർത്ഥത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നൊന്ന് പറഞ്ഞേ. അറിയാമോ? എന്താണ് ആദ്യമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച, നിങ്ങളൊരു ലെക്ചർ നോട്ട് എഴുതിക്കോണേ. മലയാളത്തിൽ അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥം 1772 പ്രസിദ്ധീകരണം. എഴുതി വെച്ചോണേ, പ്രസിദ്ധീകരണം. പിന്നെ അതിനകത്ത് പറയാനുള്ളത് എന്തുവാടാ? ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥമാണ് എന്ത്? സംക്ഷേപ വേദാർത്ഥം. എഴുതിയത് ഫാദർ ക്ലെമന്റ് പിയാനസ് ആണ് എഴുതിയത്. ഇനി അതുമായിട്ട്, ഈ പുസ്തകവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷനിൽ വേറൊരു ഓപ്ഷൻ കൂടെ കിടപ്പുണ്ട്. അറിയാമോടാ അത് ആരാണെന്ന്? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഡ്രമണ്ട്. അദ്ദേഹം ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംക്ഷേപ വേദാർത്ഥവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാദർ ക്ലെമന്റ് പിയാനസിനെ സഹായിച്ച വ്യക്തിയാണ് ആര്? ഈ പറയുന്ന റോബർട്ട് ഡ്രമണ്ട് കേട്ടോ. സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിക്കാൻ സഹായിച്ച വ്യക്തി. ഞാൻ ഇങ്ങനെ മാത്രം എഴുതുവാണേ. സഹായിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ റോബർട്ട് ഡ്രമണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. അർണോസ് പാതിരിയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അർണോസ് പാതിരി എന്തെങ്കിലും അറിയാമോ? പുത്തൻ പാനയുടെ രചയിതാവാണ് അർണോസ് പാതിരി. ക്ലിയർ അല്ലേ? അടുത്ത ഹെർമൻ ഗുണ്ടർട്ടിനെ വേറെ ഒന്നും കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുണ്ടർട്ടിനെ കുറിച്ച് വേറെ ഒന്നും പറയണ്ട. എല്ലാത്തിനെയും കണ്ടുപിടിക്കുക, എല്ലാത്തിനും അഭിപ്രായം പറയുക, അത്തരത്തിലുള്ള ഒരാളാണ് ആര്? ഹെർമൻ ഗുണ്ടർട്ട്, അല്ലെ? അദ്ദേഹം ആദ്യത്തെ മലയാള
മലയാള നിഘണ്ടു. സെറ്റ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ഓർത്തു വെക്കുക, സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചത് 1772 അത് എഴുതിയത് ഫാദർ ക്ലമന്റ് പിയാനസ് ആണ്. ആ ബുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് സഹായിച്ച വ്യക്തിയാണ് ഓപ്ഷൻ ഡി, നമ്മുടെ റോബർട്ട് ഡ്രമണ്ട് എന്ന് പറയുന്നത്. അർണോസ് പാതിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തംപാനയുടെ രചയിതാവാണ്. ഹെർമൻ ഗുണ്ടത്തിനെ പറയുകയാണെങ്കിൽ ആദ്യത്തെ മലയാള നിഘണ്ടു കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഹെർമൻ ഗുണ്ടത്താണ്. പഴഞ്ചൊൽമാല ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഹെർമൻ ഗുണ്ടത്തിനെ കുറിച്ച്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ പറയാനുള്ളത്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് CJയുടെ നാടകങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നാടകരംഗത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരാളുടെ പേരാണ് ആര്? CJ തോമസ് എന്ന് പറയുന്നത് അല്ലെ. CJ തോമസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? CJ തോമസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. CJയെ കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും? നമ്മൾ നാടകമൊക്കെ പഠിച്ചതാണ്, നാടകമൊക്കെ നമ്മുടെ ആപ്പ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, എന്താണ് ഇവിടെ പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ള നമ്മുടെ നാടകരംഗത്തിനെ ആധുനികതയിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ CJ തോമസ് എന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ അതുമായിട്ടുള്ള കുറച്ചുകൂടി റിയലിസ്റ്റിക് കഥകളൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഉള്ള കാര്യങ്ങൾ അതേപോലെയൊക്കെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ആളാണ് CJ തോമസ് എന്ന് പറയുന്നത് അല്ലെ. CJ തോമസ് എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പത്രപ്രവർത്തകനായിരുന്നു അല്ലെ, നിരൂപകനാണ്. അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചായിരുന്നു. നാടകം പഠിച്ച സമയത്ത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? യെസ്. സോ അപ്പൊ ആൻസർ നോക്കിയേ. നാടകരംഗത്ത് പുതിയ അവബോധം പുതിയ അവബോധം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ആധുനികതയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചേക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം ആരുടെയൊക്കെ ആണെന്നൊന്ന്, ഏതൊക്കെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞേ. ഏതൊക്കെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെത് പറഞ്ഞോ? അവൻ വീണ്ടും വരുന്നു CJയുടെ ആണ്. പിന്നെ 1128 ക്രൈം 27 അല്ലെ, അതും CJയുടെ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒന്നാമത്തത് ആ കനി തിന്നരുത്, അതാരുടെയാണ്? അത് CN ശ്രീകണ്ഠൻ നായരുടേതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, CNന്റെ ഒരു 3 നാടകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഓപ്ഷനിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കസല എന്ന് പറഞ്ഞായിരുന്നു. ഓർക്കണുണ്ടോ? കാഞ്ചന സീത നാടകത്രയല്ലേ, കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി. മറക്കല്ലേ 3 ഓർത്ത് വെച്ചേക്കണേ. കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി ഓർമ്മിച്ചു വെക്കുക. അടുത്തത് കറുത്ത ദൈവത്തെ തേടി ആരുടേതാണ്? അത് ആരുടെയാണ്? കറുത്ത ദൈവത്തെ തേടി ജി ശങ്കരപ്പിള്ള. തനത് അല്ലെ, തനത് നാടകമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് അല്ലെ. ഓർത്ത് വെക്കണേ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏതു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ആ പുസ്തകത്തിന്റെ പ്രമേയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കാര്യമാണ് ആ പുസ്തകം പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ എന്ത് കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമോ? അതെ, അത് ഗാർഹിക വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുതിയത് തിരുമംഗലത്ത് നീലകണ്ഠൻ
അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയത്, മറന്നു പോകരുത്. അപ്പൊ മനുഷ്യാലയ ചന്ദ്രിക എഴുതിയത് ആരാണ്? തിരുമംഗലത്ത് നീലകണ്ഠനാണ്. എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. എന്താണ് അതിനകത്ത് പറയുന്നത്? വാസ്തുവിദ്യയെ കുറിച്ചാണ് പറയുന്നത്. വാസ്തുവിദ്യയെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് നോയിക്കൊള്ളുക. യെസ്, നോക്കോ. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു സർവനാമമാണോ, അതൊരു പേരച്ചമാണോ, അതൊരു വിനയച്ചമാണോ, അതൊരു സ്ത്രീലിംഗമാണോ എന്നാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവും പണിക്കാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷനും കൂടി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് എത്തും, അല്ലെ? ഓപ്ഷൻ ഡിയിലേക്ക് എത്തും. കാര്യം അതൊരു സ്ത്രീലിംഗമാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവും, അല്ലെ? എന്നാൽ അത് മാത്രമല്ല, നമുക്കപ്പോ സർവനാമം എന്താണെന്ന് പറയണ്ടേ? സർവനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഒരുമിച്ച് എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്നത് കോമൺ നെയിം ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ അവിടെ ഒരു ആൺകുട്ടി എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവൻ എന്ന് പറഞ്ഞാൽ അതൊരു സർവനാമമായി, അല്ലെ? പെൺകുട്ടി എന്ന് പറയുന്നിടത്ത് നമ്മൾ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർവനാമമായി, അല്ലെ? അവർ, ഇവർ, അല്ലെ? ഇതെല്ലാം ഒരു സർവനാമമാണ്. അപ്പൊ പണിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളി എന്ത് പണി ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് പറയുകയാണ്. അപ്പൊ നമുക്ക് സർവനാമത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റൂല. അടുത്തത് പേരച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പേരച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് ക്രിയയുടെ അപൂർണ രൂപം നാമത്തെ വിശേഷിപ്പിച്ചാൽ, അതായത് ഒരു ക്രിയ കൊണ്ട് വിശേഷണം ചെയ്യുന്നു. ആരെ വിശേഷണം ചെയ്യുന്നു? നാമത്തിനെ വിശേഷണം ചെയ്യുന്നു. നാമത്തിനെ വിശേഷണം ചെയ്യുന്ന അപൂർണ ക്രിയയാണ്. അങ്ങനെ എഴുതാം, അതാകുമ്പോ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നോയിക്കോടാ. നാമത്തെ വിശേഷണം ചെയ്യുന്ന അപൂർണ ക്രിയ. ഓർക്കണേ, അപൂർണ ക്രിയയാണേ. അപൂർണ ക്രിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീഷൻ ഉണ്ടോ? ഇല്ല. അതായത് ആരോടി, എന്തോടി, എങ്ങനെ ഓടി എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ വരും. കൃത്യമല്ല, ഓടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓടും, എന്താണ്? അവൻ ഓടി, അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു എന്താണ് കംപ്ലീഷൻ വരുന്നത്, അല്ലെ? അപ്പൊ കംപ്ലീഷൻ ഇല്ലാത്തതാണ് അപൂർണ ക്രിയ എന്ന് പറയുന്നത്. അങ്ങനെ കംപ്ലീഷൻ ഇല്ലാത്ത അപൂർണ ക്രിയ കൊണ്ട് ആരെ? നൗണിനെ വിശേഷിപ്പിക്കുന്നു. നാമത്തിനെ വിശേഷിപ്പിച്ചാൽ അത് പേരച്ചം. എന്നാൽ ഞാൻ ഇവിടെ ആൻസർ, അതായത് കുറച്ചുകൂടി എഴുതാം. അതായത് ഇവിടെ നാമം, അല്ലെ? നാമമാണ് പറഞ്ഞത്. കുട്ടി എന്ന് ഞാൻ എഴുതി. അപ്പം കുട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ്, അല്ലെ? നാമമാണ്. അപ്പൊ അതിനെ പറയുന്നത് എന്താണ്? നാമത്തിനെ അപൂർണ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു അപൂർണ ക്രിയ എഴുതുന്നു. ഓടുന്ന കുട്ടി. ഓടുന്ന എന്ന് മാത്രം പറഞ്ഞാൽ ഓടുന്ന ആര് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെ? ഓടുന്ന ആര്? പൂർണ്ണമാണോ? പൂർണ്ണമാണോ? ഓടുന്ന കുതിര, ഓടുന്ന പട്ടി, ഓടുന്ന കാറ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് പൂർണ്ണമാവുള്ളൂ. ഓടുന്ന എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമാണോ? അല്ല. അങ്ങനെ പൂർണ്ണമല്ലാത്തത് നാമത്തിനെ വിശേഷിപ്പിച്ചാൽ അത് ഓടുന്ന കുട്ടി. ഇത് പേരച്ചം. എഴുതിയ കഥ അത് പേരച്ചം. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ വിനയച്ചം എന്താണ്? എന്താണെടാ വിനയച്ചം? ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. നോയിക്കോ, ക്രിയയെ വിശേഷിപ്പിക്കുന്ന, മറക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കണേ. ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയ. അത് ക്രിയ തന്നെയാണ്. അപ്പൊ പേരച്ചം വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ തന്നെയാണ്, അപൂർണ ക്രിയയായിരിക്കും. പക്ഷെ പേരച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കും, വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കും, ക്രിയയെ വിശേഷിപ്പിക്കും. എഴുതി വെച്ചോ, അപൂർണ ക്രിയ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സാമ്പിൾ പോയി, അതൊരു ക്രിയയാണ്, അല്ലെ? പോയി എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ഞാൻ ഇവിടെ എഴുതാം, പോയി എന്ന് പറയുന്ന ക്രിയയാണ്. അപ്പൊ ആ ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയ എന്നാണ് പറയുന്നത്, അല്ലെ? ഓടിപ്പോയി. ഉറങ്ങാൻ കിടന്നു. കണ്ടോ? ഉറങ്ങാൻ കിടന്നു. ക്ലിയർ ആയോ? ഇതാണ് പേരച്ചം വിനയച്ചം എന്ന് പറയുന്നത്. ഇനി വിനയച്ചത്തിന് വേറെ കുറെ സംഭവങ്ങളുണ്ട്, നമുക്ക്
ക്ലാസ്സിലാണ് നോക്ക്. ക്ലാസ്സിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗ്രാമർ പോർഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെയാണ് എന്താണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ പറയാനുള്ളത്. അപ്പൊ പണിക്കാരി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ആദ്യമേ വചനം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 4 എണ്ണവും നമുക്ക് കൃത്യമായിട്ട് തരംതിരിക്കാൻ പറ്റുന്നതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഏകവചനം. ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ അല്ലെ, ഒന്നിൽ കൂടുതൽ. ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ബഹുവചനം ബഹുവചനത്തിനെ 3 തിരിക്കുന്നു. അലിംഗം, സലിംഗം, പൂജകം. കാണാൻ പറ്റുന്നുണ്ടോടാ? പൂജകം കാണാൻ പറ്റുന്നുണ്ടോ? അലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്. ജെൻഡർ പറ്റൂല. എഴുതുവാണേ, ജെൻഡർ മനസ്സിലാക്കാൻ പറ്റും. ബഹുമാന സൂചകം. ലെക്ചർ നോട്ട് എഴുതി വെച്ചേക്കാം. അപ്പം അലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഒരു കോമൺ, എല്ലാം ബഹുവചനമാണ്. അതായത് ഏകവചനം, ബഹുവചനം. ബഹുവചനത്തിനെ 3 വീണ്ടും തിരിക്കുന്നു. അലിംഗം, സലിംഗം, പൂജകം. അല്ലെങ്കിൽ സലിംഗം, അലിംഗം, പൂജകം എന്നുള്ളത്. സലിംഗം ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജെൻഡർ എന്താണെന്ന് മനസ്സിലാവും. അപ്പം അത് കോമൺ മീൻസ് എന്താണ്? പ്ലൂറൽ ആണ്, പക്ഷെ ജെൻഡർ മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ എഴുതുവാണെങ്കിൽ മിടുക്കർ. മിടുക്കർ എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത് ആണാണോ പെണ്ണിനെയാണോ ആൺപിള്ളേരെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ, ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല അല്ലെ. ഇവിടെയാണെങ്കിൽ ദാ രണ്ട് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മിടുക്കന്മാർ, മിടുക്കികൾ. മിടുക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൺകുട്ടികളെ പറയുന്നതാണ്. മിടുക്കികൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ പറയുന്നതാണ്. അപ്പൊ ആൺകുട്ടികളെ പറയുന്നത്, പെൺകുട്ടികളെ പറയുന്നത് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? രാഷ്ട്രീയക്കാർ ആണും വരും പെണ്ണും വരും അല്ലെ. അപ്പൊ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. എവിടെ എഴുതും? അലിംഗത്തിൽ എഴുതും അല്ലെ. രാഷ്ട്രീയക്കാർ. അധ്യാപകർ ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. എവിടെ എഴുതും? അലിംഗത്തിൽ എഴുതും. സലിംഗം പെൺകുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ എല്ലാം നമുക്ക് എന്താണ്? ബഹുവചനമാണ്, പക്ഷെ ജെൻഡർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബഹുമാന സൂചകം സ്വാമികൾ എന്നൊക്കെ എഴുതുന്നതാണ്. നമുക്ക് പൂജകം നമുക്ക് വിട്ടേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സലിംഗം അലിംഗമാണ് ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലെ. നോയിക്കോ, ദാ ക്വസ്റ്റ്യൻ എന്തായിരുന്നുടാ? അമ്മമാർ എന്നുള്ള വാക്ക് ഏത് വചനത്തിൽ, ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഏത് വിഭാഗത്തിൽ? അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെണ്ണാണ്, അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. സോ നമുക്ക് ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതേത് വചനമാണ്? അത് സലിംഗ ബഹുവചനമാണ് അല്ലെ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സലിംഗ ബഹുവചനം. ക്ലിയർ അല്ലേ?
അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. അമ്മമാർ എന്നുള്ളത് ഏതു പദത്തിൽ ഉൾപ്പെടുന്നു? അത് സലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടും. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. കുട്ടികൾ എന്ന് പറയുന്ന വാക്ക് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കുട്ടികൾ എന്ന് പറയുന്നത് ആൺകുട്ടികളുമാകാം പെൺകുട്ടികളുമാകാം. പക്ഷെ ക്വസ്റ്റ്യനിൽ കുട്ടികൾ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അത് അലിംഗ ബഹുവചനമാണെന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇതാണ് വചനം, ബഹുവചനം, അലിംഗം, സലിംഗം, പൂജകം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായിട്ട് എഴുതിയ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നോയിക്കേ, ഏതായിരിക്കും? ഏതായിരിക്കും? അടിമത്തം കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അടിമത്വം എന്ന് എഴുതിയാലാണോ തെറ്റ്? അടിമത്തം കറക്റ്റ് ആണ്. ആധീതി കറക്റ്റ് ആണ്. ആധീതി കറക്റ്റ് ആണ്. നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ? ആധീതി എന്ന് എഴുതുന്നതാണ് തെറ്റ്. ഇത് ശരിയായിട്ടുള്ള പദമാണ്. അധിഷ്ഠിതം ശരിയാണ്. അധിഷ്ഠിതം ശരിയാണ്, ശരിയായിട്ടുള്ള പദമാണ്. പക്ഷേ അജ്ഞാനം എന്നുള്ളത് ശരിയല്ല, അല്ലെ? ശരിയല്ല. സോ ദ ഓപ്ഷൻ സി ഈസ് ആൻസർ. എന്താണ്? എങ്ങനെ പറയാൻ പറ്റും? ഇത് നേരെ തിരിച്ചാണ് എഴുതാനുള്ളത് എന്നല്ല എഴുതാനുള്ളത്. അജ്ഞാനം എന്നാണ് എഴുതാനുള്ളത്. അതായത് എന്താണ്? അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പദശുദ്ധിയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വാക്യശുദ്ധിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല അല്ലെ? എന്റെ പ്രായം 18 വയസ്സാണ്. എന്റെ പ്രായം 18 വയസ്സാണ്. എന്റെ പ്രായം 18 വയസ്സാണ്. പ്രായം, വയസ്സാണ്, രണ്ടും ഒരേപോലെ ഒരേ അർത്ഥമുള്ള വാക്കുകൾ രണ്ടും വന്നു കഴിഞ്ഞാൽ അത് തെറ്റ് അല്ലെ? അപ്പം ഫസ്റ്റത്തത് ഓപ്ഷൻ തെറ്റാണ് അല്ലെ? സോറി, ഫസ്റ്റത്തത് തെറ്റാണ്. നമുക്ക് പറയാം. ഞാൻ എൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ലല്ലേ? ഓക്കെ. ഇന്ത്യയെ ഭരിക്കപ്പെടുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം. ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവണം. തൊഴിലവസരങ്ങൾ എന്നൊന്നും ആ ഒരു സെന്റൻസ് അത്ര ക്ലാരിറ്റി ഉള്ളതല്ലേ? തൊഴിലവസരം എന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി പറയാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രണ്ടും കൂടി അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല അല്ലെ? സോ അതും തെറ്റാണ്. വൃദ്ധയുടെ അടുത്തത് പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാ ഗാന്ധി. ഏതായിരിക്കും ആൻസർ? പ്രഥമ ഇന്ത്യയുടെ വനിത. പ്രഥമ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ വിശേഷണമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ പേരിന് മുമ്പെയാണ് വരാനുള്ളത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ മുന്നിലാണ് പ്രഥമം എന്ന് വന്നിരിക്കുന്നത്. സോ അതവിടെ ആശയം തെറ്റാണ് അല്ലെ? വാക്ക് അവിടെ വന്നിരിക്കുന്നത് പദക്രമത്തിലല്ല. അതായത് കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ള ഒരു പദക്രമത്തിലല്ല അല്ലെ? വാക്യശുദ്ധി നമ്മുടെ കണ്ടന്റ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്റെ റൂൾസ് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ് പദക്രമത്തിൽ വന്നൊരു തെറ്റാണിത്. അപ്പം അതുമല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. വൃദ്ധയുടെ വാക്കുകൾ എന്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. അത് ഒരുവിധം ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബാക്കിയുള്ള വാക്യങ്ങളിലെ തെറ്റേതാണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഉചിതമായ മറുപടി. അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായിട്ടുള്ള ശൈലി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. ശൈലി പഴഞ്ചൊല്ല് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മേഖലയാണ്. അപ്പൊ നോക്കുക, ഉചിതമായ മറുപടി എന്നുള്ളത് ഏത് ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉരച്ചു നോക്കുക, ഉള്ളതാണോ എന്നറിയുക എന്നുള്ള മീനിങ് ആണ്. ഉദരപൂരണം അതുമല്ല. പിന്നെ ഉരുളയ്ക്കുപ്പേരി, ഗളഹസ്തം ചെയ്യുക. ഏതാണ് ആൻസർ? ശൈലിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നതാണ്. ബാക്കി ശൈലിയിൽ നിങ്ങൾ നോക്കിയിട്ട് പറയുക കേട്ടോ.
എടാ അപ്പൊ ആൻസർ ഉരുളയ്ക്കുപ്പേരി എന്നുള്ളതാണ്. ഉദരപൂരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഉപജീവനത്തിനായിട്ട് കൂടുതൽ ചേർന്ന് നിന്ന് കാര്യങ്ങൾ പറയുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഉപജീവനം എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് അതിന് വേണ്ടിയിട്ട് ജീവിച്ചു പോകണം, ഞാൻ ജീവിച്ചു പോകണം, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റി. എനിക്ക് ജീവിച്ചു പോകണം, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടന്നു പോകണം, അതുകൊണ്ട് ഞാൻ തെറ്റാണെങ്കിലും ഒന്നും പറയില്ല. ആ ഒരു രീതിയിലാണ് ഉദരപൂരണം എന്ന് പറയുന്നത്. ഗളഹസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറന്തള്ളുക എന്ന് പറയുന്നതാണ്. കഴുത്തിന് പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആ ശൈലി ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ശൈലികൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഉരച്ചു നോക്കുക, മാറ്റ് കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള നമ്മൾ ആ ഒരു സ്വഭാവം ഉരച്ചു നോക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ആ ഒരു രീതിയിലാണ് അതും പറയുന്നത്. അപ്പം ആൻസർ ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂതം മാവ്, ചൂതം മാവ്, തേന്മാവ് മാവ്, രസാലവും മാവാണ്. എന്നാൽ ഇവിടെ കൂട്ടത്തിൽ കൂടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓപ്ഷൻ കുട എന്നാണ് അർത്ഥം വരുന്നത്. കുട എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? കുട. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമരത്തട്ടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണെന്ന് അറിയാമോ? അമരത്തടത്തിൽ തവള കരയണം എന്നുള്ളത് ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ദാറ്റ് മീൻസ് അവിടുത്തെ കീടനാശിനികളും അല്ലെങ്കിൽ കുറച്ച് പ്രാണികൾ അതിനെയൊക്കെ പിടിച്ച് തിന്നുക എന്ന് പറയുന്ന എന്താണ്. അപ്പം അതൊരു പോസിറ്റീവാണ്. അവിടെ എന്താണ്? തവള വേണം, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് നോയിക്കോളും എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഗ്രം എന്നതിന്റെ വിപരീത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഗ്രം എന്നതിന്റെ വിപരീത പദം, ഉഗ്രം എന്നതിന്റെ വിപരീത പദം. ഉഗ്രമായത് വിപരീതം ശാന്തം, വളരെ ശാന്തമായത് എന്ന് പറയുന്നത്. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിൽക്കാലം എന്നാണ് പറയുന്നത്. പിൽക്കാലം എന്നാണ് പറയുന്നത്. അപ്പൊ അത് പിരിച്ചെഴുതുമ്പം പിൻ അധികം കാലം എന്ന് വരും. ഇൻ ആദേശം ചെയ്ത് ഇൽ ആദേശം ചെയ്ത് ഇന്നാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇൽ ആദേശം ചെയ്ത് ഇന്നാവുകയാണ് ചെയ്യുന്നത്. ആദേശം. ക്ലിയർ അല്ലേ? ആദേശ സന്ധി. ക്ലിയർ അല്ലേ? എടാ അപ്പൊ നമ്മുടെ ബാച്ചുകളൊക്കെ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോവാം. അതായത് നമ്മുടെ ധേനു ബാച്ച് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ. നമുക്കറിയാം ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ +1 +2 ഒരു സയൻസ് സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതി ഒരു ഗസറ്റഡ് പോസ്റ്റ് വരെ എത്താൻ പറ്റുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ധേനു ബാച്ച് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് എക്സിക്യൂഷന് മുമ്പേ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അതിനുള്ള ഒരു ലാസ്റ്റ് നിമിഷം എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പേ തുടങ്ങണം എന്നുള്ളതാണ് അല്ലേ. നമുക്കത് ആ ഒരു ബാച്ച് വളരെ കൃത്യമായിട്ട്, പിന്നെ നമ്മുടെ VFA ബാച്ച് വരുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുവാണ്, റണ്ണിങ് ആണ്. അപ്പം നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുക കേട്ടോ. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ LDC ഗോൾഡ് ബാച്ച് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈഷ്ണവ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു ക്ലാസ് പോകുന്നത്. ഇപ്പോൾ സാറ് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കേണ്ട സ്ട്രാറ്റജീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ മെൻറ്റർഷിപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകുമ്പോൾ വളരെ ഇപ്പോൾ പറയുന്ന പോലെ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം സൂപ്പർ നോട്ട്സിലുണ്ട്, അതെല്ലാം ഇവിടെയുണ്ട്. നോട്ടാണെങ്കിൽ നോട്ട്, ക്ലാസ്, മെൻറ്റർഷിപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ നോട്ട്സ് ആണെങ്കിൽ PDF നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിക്കാൻ വെച്ചിരിക്കാതെ എന്ത് ചെയ്യുക, മുന്നേ തന്നെ അതിനൊരു ക്ലാരിറ്റി ആയിട്ടുള്ള സിലബസ് എല്ലാം തീർത്ത് എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു കഴിയുന്നതിന് മുന്നേ ഈ പറയുന്ന പോലെ ലാസ്റ്റ് നിമിഷം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഒക്കെ ചേർന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ലാസ്റ്റ് നിമിഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കാം. അപ്പോൾ റിവിഷൻ PYQ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ.
ഏറ്റവും പ്രാക്ടീസ് സെഷൻ ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെ തെറവാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ 3 ബാച്ചും സ്റ്റിൽ റണ്ണിങ് ആണ്. പെട്ടെന്ന് ജോയിൻ ചെയ്തോ, ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യോ. അപ്പം ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒറ്റപ്പദത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒറ്റപ്പദത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലോകൈകം എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോകൈകം എന്നുള്ളത് ലോകത്തുള്ളത് അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ്. ഐഹികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഹികം എന്താണ്? ഐഹികം മീൻസ് ഇഹലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഹികമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇഹലോകം ഐഹികമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇഹപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരലോകം പ്ലസ് ലോകം, നമ്മുടെ ഇപ്പോഴത്തെ ലോകം, കറണ്ട് ലോകം അല്ലേ, അത് രണ്ടും കൂടി ചേർന്ന കാര്യങ്ങളാണ്. ലൗകികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ സംബന്ധിച്ചത് എന്നുള്ളതാണ്. ഭൗതിക ലോകം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പം ഒറ്റപ്പദവും സെറ്റായി. അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ബാക്കി കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് PYQ സെഷൻസ് മാക്സിമം ചെയ്യുക എന്ന് പറയുന്നതാണ്. മാക്സിമം PYQ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷനെ മാത്രം പഠിച്ചു പോകാതെ ബാക്കി ഓപ്ഷൻസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നും കൂടി പഠിക്കുക. ഇപ്പം നമ്മൾ ആദ്യത്തെ കണ്ടില്ലേ, അർണോസ് പാദ്രിയുടെ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ തീർച്ചയായിട്ടും സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന പുസ്തകവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ സഹായിച്ച വ്യക്തി കൂടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് കുറച്ചുകൂടി കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ PYQ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പഠിക്കുന്ന സമയത്ത് മാക്സിമം എത്ര മണിക്കൂറാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സമയം വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ വേണമെന്ന് വെച്ച് പഠിക്കുക. ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും അതുമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.